ആഴ്ചപ്പാട്, അതെ കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിദ്യാഭ്യാസ രംഗത്ത് എത്രയോ പരിഷ്കാരങ്ങളാണ് അനുനിമിഷം നടക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ലോകത്താകെ മാതൃകയാണ്. പക്ഷേ അതിനനുസരിച്ച് കേരളത്തിൽ മാറ്റം വരുന്നുണ്ടോ? ഇന്ന് കാഴ്ചപ്പാട് ചർച്ച ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് അബ്ബാസ് അലി സാറാണ്. TK അബ്ബാസ് അലി ഏറെക്കാലം DPP SSA തുടങ്ങിയ നൂതന വിദ്യാഭ്യാസ പരിഷ്കരണ പരിപാടികളുടെ അമരക്കാരനായിരുന്നു. കുറേ കാലം തിരുവനന്തപുരം SCERTയിലെ പ്രൊഫസറായിരുന്നു. പിന്നീട് ഏറെക്കാലം ഡയറ്റ് അധ്യാപകനായും അവസാനം വയനാട് ഡയറ്റിൻ്റെ പ്രിൻസിപ്പളായി വിരമിക്കുകയും ചെയ്തു. കോഴിക്കോടുകാരനാണ് അദ്ദേഹം. അബ്ബാസ് അലി സാറിന് സ്വാഗതം. സാർ, വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഒട്ടേറെ പരിഷ്കരണങ്ങൾ ഏതാണ്ട് 97 മുതൽ DPP ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയാണ് സത്യത്തിൽ ഒരു സമൂല പരിവർത്തനം വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയത്. ആദ്യമൊക്കെ ആളുകൾ അതിനെ എതിർക്കുകയും ഉൾക്കൊള്ളാൻ വിഷമിക്കുകയൊക്കെ ചെയ്തെങ്കിലും ശിശുകേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ നടപ്പാക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ സാറിൻ്റെയൊക്കെ പങ്ക് വലുതായിരുന്നു. ഏതാണ്ട് ഒരു 25 വർഷം പിന്നിടുമ്പോൾ, 25-30 വർഷത്തിനോടടുക്കുകയാണ്, ഏതാണ്ട് 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രീതി, പ്രത്യേകിച്ച് പ്രൈമറി രംഗത്തെ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ് സാറിന് അനുഭവപ്പെടുന്നത്? വിദ്യാഭ്യാസം സമൂഹത്തിലെ എല്ലാ ചലനങ്ങളുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതും കൂടെ ചേർത്ത് വിശകലനം ചെയ്യുമ്പോഴേ പൂർത്തിയാവുള്ളൂ തോന്നുന്നു. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് DPP വരുന്ന ഒരു കാലത്ത് ഒരു വലിയ ചലനം നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം അതിനു മുമ്പുള്ള ഒരു രീതി എന്ന് പറയുന്നത് കേവലം പാഠപുസ്തകങ്ങൾ, അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന 10-20 വർഷമോ കഴിഞ്ഞതിന് ശേഷം മാത്രം മാറ്റപ്പെടുന്ന ഒരു പാഠപുസ്തകം. ആ പാഠപുസ്തകങ്ങൾ പോലും വിദ്യാലയങ്ങളിലേക്ക് എത്താൻ പലപ്പോഴും വൈകിപ്പോവും. പല കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലായിരുന്നു ക്ലാസ് മുറികളുണ്ടായിരുന്നത്. അധ്യാപകരെ സംബന്ധിച്ചോളം അവർക്ക് ട്രെയിനിങ് കിട്ടിയാണ് സർവീസിൽ വരുന്നതെങ്കിൽ പോലും പിന്നീട് അവരുടെ അധ്യാപന രീതി ആരും വിശകലനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പരിശീലനങ്ങൾ, ഇൻ സർവീസ് പരിശീലനങ്ങൾ കൊടുക്കുകയൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 86 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അധ്യാപകർക്ക് മാസീവ് ഓറിയൻറ്റേഷൻ ഫോർ സ്കൂൾ ടീച്ചേഴ്സ് എന്ന പേരിൽ അധ്യാപകർക്കൊരു 10 ദിവസത്തെ പരിശീലനം കൊടുത്തത് മാത്രമാണ് ആ ഒരു അടുത്ത കാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട പരിശീലനം എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന അതിനെ തുടർന്ന് വന്ന പദ്ധതിയുടെ ഭാഗമായും ചെറിയ ചില പിന്തുണകൾ വിദ്യാലയങ്ങൾക്ക് കിട്ടിയിരുന്നു. മെറ്റീരിയലുകളായിട്ടും പരിശീലനങ്ങളായിട്ടും ചില ആശയങ്ങളൊക്കെ ആയിട്ട് ചില പിന്തുണകൾ കിട്ടിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ DPP മുതൽ പിന്നീട് കാണുന്നത് നിരന്തരമായ അധ്യാപക പരിശീലനം, അക്കാദമിക രംഗത്ത് നിരന്തരമായ ഇടപെടൽ, അന്വേഷണങ്ങൾ, ചർച്ചകൾ, തർക്കങ്ങൾ, അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കാലമാണ്. പാഠപുസ്തകങ്ങളൊക്കെ അടിമുടി മാറി. ശരിക്കും പുസ്തകം മാറുക മാത്രമല്ല DPPയുടെ കാലത്തുണ്ടായത്. പുസ്തകമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. ഒരുപക്ഷെ DPP എന്ന് പറയുന്നത് ഒരു വിദേശ ഫണ്ടിങ് അതിന് പുറകിലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായി. സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് വിദ്യാഭ്യാസം എന്നുള്ളതിലും പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതിനപ്പുറം സമഗ്രമായ ഒരു ഇടപെടലായിരുന്നു DPPയുടെ ഒരു കാലത്ത് നടത്തിയത്. പാഠപുസ്തകം പരിഷ്കരിച്ചു, അധ്യാപകർക്ക് വേണ്ടിയുള്ള ഹാൻഡ് ബുക്കുകൾ ഉണ്ടാക്കി, നിരന്തരമായ പരിശീലനം നൽകി, പരിശീലനം ലഭിച്ചതനുസരിച്ച് ക്ലാസ് മുറികളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ സംവിധാനങ്ങളുണ്ടായി. വിദ്യാഭ്യാസ ഓഫീസർമാർക്കും എന്താണ് ഈ പരിഷ്കാരം എന്നത് സംബന്ധിച്ചുള്ള ധാരണ നൽകി, രക്ഷിതാക്കളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ നിരവധി ഇടപെടലുകൾ നടന്നിരുന്നു. ആ ഒരു കാലത്ത് അതൊരു വലിയൊരു വളർച്ചയായിട്ട് മുമ്പോട്ട് വന്നു. ഒരുപക്ഷെ അതിന് ശേഷം പിന്നീടുണ്ടാകുന്ന പല ചലനങ്ങളും അതേ ഗതിയിൽ ഇതിനെ മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായിട്ടുണ്ട്. എന്തായിരുന്നു സാർ, നമ്മൾ ആ കാലഘട്ടത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ മാറി, സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറി, സാർ പറഞ്ഞ പോലെ കരിക്കുലം, പാഠപുസ്തകം ഒക്കെ മാറുകയും സമൂലമായ ഒരു മാറ്റം വരികയും ചെയ്തു. വലിയ പ്രതീക്ഷ നൽകി. ആദ്യമൊക്കെ ആളുകൾക്ക് അത്ര കൊണ്ട് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും വിദ്യാഭ്യാസ രംഗത്ത് രചനാത്മകമായ ഒരു മാറ്റത്തിന്, വിപ്ലവത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. കാര്യത്തിലൊന്നും സംശയമില്ല. കാരണം സാർ ഇപ്പോൾ സൂചിപ്പിച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ലേണിംഗ് അതിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നല്ലോ. പക്ഷേ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് വിഘാതമായി നിന്നത് എന്തെല്ലാമായിരുന്നു? സമ്പൂർണ്ണമായി വിഘാതമായി നമുക്ക് പറയാൻ കഴിയില്ല. കുറേയേറെ മുന്നോട്ട് പോയി. കാരണം അത് ഏത് അവസ്ഥയാണെങ്കിലും, നമ്മുടെ ജീവിതാവസ്ഥയാണെങ്കിലും എത്തിപ്പെട്ട് നിൽക്കുന്ന, നമ്മളിപ്പോൾ എത്തപ്പെട്ട ഒരു അവസ്ഥയെ പിന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരുപക്ഷെ ആ കാലത്തുണ്ടായിരുന്ന സ്കൂളല്ല ഇന്നത്തെ സ്കൂൾ. ആ കാലത്തുണ്ടായിരുന്ന തരത്തിലല്ല പൊതുസമൂഹമുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ഒരുപാട് വളർന്നു എങ്കിൽ പോലും സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾ വലിയ തോതിൽ മാറി. കുട്ടികളൊക്കെ എല്ലാവരും റെഗുലറായി സ്കൂളിൽ വരിക, സ്കൂളിൽ വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക, ആ പഠിക്കുന്നത് കുറച്ച് ആകർഷകമായ രീതിയിൽ ചൈൽഡ് സെൻറ്റേർഡായിട്ട് പഠിപ്പിക്കുക, അതിന് പഠനോപകരണങ്ങൾ ഉപയോഗിക്കുക എന്നൊക്കെ തലത്തിലാണ് DPP വരുമ്പോഴുള്ളത്.
കെട്ടിടങ്ങളുടെ നവീകരണവും പശ്ചാത്തല സൗകര്യ നവീകരണവും ഒക്കെ ആ ഭാഗത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. പക്ഷേ പ്രശ്നം അപ്പോഴേക്ക് രക്ഷിതാക്കളിൽ നല്ലൊരു പങ്കും ഇത്തരം സ്കൂളുകളിലല്ല കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വന്നു. രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറി, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറി, നാട്ടിലെ ഒരു ജോലിക്ക് വേണ്ടിയാണ് മക്കളെ പഠിപ്പിക്കുന്നത് എന്നതിൽ നിന്ന് മാറിയിട്ട് മക്കളൊക്കെയും വിദേശത്തേക്ക് കയറ്റിയേക്കാനുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് നമുക്ക് സമ്പൂർണ്ണമായി തന്നെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽ കാര്യമായി ഇടപെടുന്നത് രക്ഷാകർതൃ സമൂഹമാണ്. ആ രക്ഷാകർതൃ സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ ഇതൊന്നും മതിയായിരുന്നില്ല. കുട്ടി എങ്ങനെ ആസ്വദിച്ച് പഠിക്കുന്നു എന്നതിനേക്കാൾ രക്ഷിതാവിനെ സംബന്ധിച്ചോളം അന്നും ഒരുപക്ഷെ അതിലെ കൂടുതൽ അളവിൽ ഇന്നും കുട്ടിക്ക് കിട്ടുന്ന മാർക്ക്, അതുവഴി കുട്ടിക്ക് കിട്ടുന്ന റാങ്ക്, പൊസിഷൻ, കുട്ടിക്ക് അതുവഴി ലഭ്യമാകുന്ന ഉയർന്ന പഠന സാധ്യതകൾ, ഉയർന്ന ശമ്പളമുള്ള ജോലികൾ, ഇതൊക്കെയാണ് രക്ഷാകർത്താവ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാണുന്ന ഒരു കാഴ്ച. അതിന് ഒറ്റപ്പെട്ട രക്ഷിതാവിനെ എടുത്തു നോക്കുമ്പോൾ അയാൾക്ക് നമുക്കതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഉള്ളത് അവർ ഉയർന്ന പദവിയിലെത്തണം, കാര്യമായ വലിയ ശാരീരിക അധ്വാനമൊന്നും ഇല്ലാത്ത ജോലി അവർ ചെയ്യണം എന്നൊക്കെയാണ് രക്ഷാകർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അധ്വാനവും വിദ്യാഭ്യാസവും തമ്മിൽ വലിയ തോതിൽ വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ സംഭവിച്ചൊരു വലിയ മാറ്റം. പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. ആ കാര്യത്തിൽ കാര്യം ഒരു ഉപരിവർഗ ചിന്ത കേരള സമൂഹത്തെ എന്നും ഭരിച്ചിട്ടുണ്ട്. ആ ഉപരിവർഗ ചിന്തയിൽ നിന്നും വിദ്യാഭ്യാസവും അത്തരം ഒരു വർഗത്തിന് ഭിന്നമായ രീതിയിൽ തന്നെ വേണമെന്ന് അവർ ശഠിക്കുകയും ചെയ്യുന്നുണ്ട്. അത് DPP വരുമ്പോഴും ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ മക്കൾ ഈ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിനെതിരെ ഒന്നും അന്ന് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ അതിനെതിരെ ഒരു ചിന്ത വളർത്താൻ പൂർണ്ണമായും കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അധ്യാപകർക്ക്, എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും ഗവൺമെൻറ് സ്കൂൾ അധ്യാപകരുടെയൊക്കെ ലിസ്റ്റ് ശേഖരിക്കുന്നുണ്ട്. സർക്കാർ സ്കൂളിൽ കുട്ടികളെ വിടാത്തവരെ. അത് ഒരു 30 വർഷം മുമ്പ് വേണ്ടിയിരുന്നല്ലേ. അതിലകത്ത് ഈ മധ്യവർഗത്തിൻ്റെ വ്യാമോഹം എന്ന് പറയുന്നതിനകത്ത് അധ്യാപകരുണ്ട്, എല്ലാവരും ഉണ്ട്. അധ്യാപകരെ സംബന്ധിച്ചോളം അവർ ഒരു പക്ഷേ മധ്യവർഗം എന്ന് പറയാവുന്നതിൻ്റെ സ്ട്രാറ്റയിലെ ഒരു താഴെ പടിയിൽ നിന്നിരുന്ന അധ്യാപകർ ഇപ്പോൾ കുറേ കൂടി അതിൻ്റെ മധ്യഭാഗത്തേക്കോ അതിൻ്റെ അല്പം കൂടി മുകൾ ഭാഗത്തേക്കോ ഒക്കെ കയറി വന്നൊരു കാലത്താണ് നമ്മൾ. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മക്കളെ ഇനി പണ്ട് ഞാനൊക്കെ ടീച്ചറായ കാലത്ത് എൻ്റെ പിതാവ് അധ്യാപകനാണ്. എനിക്കന്ന് ഉള്ള ഒരു പരമാവധി ആഗ്രഹം എന്ന് പറയുന്നത് ടീച്ചറാവണമെന്ന് മാത്രമാണ്. പക്ഷേ ഇന്നത്തെ ഒരു അധ്യാപകരും അവരുടെ മക്കളെ അധ്യാപകരാക്കാൻ കൂടുതലും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം അധ്യാപകർക്ക് കിട്ടുന്നതിനേക്കാൾ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ശമ്പളമുള്ള മറ്റ് തസ്തികകളിലേക്ക് മക്കൾ വളർന്നു വരുന്നതാണ്. അതിന് പിന്തുണയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഇന്ന് അധ്യാപകർക്കുണ്ട്. ഒരുപക്ഷെ 25-30 കൊല്ലം മുമ്പുണ്ടായിരുന്നതിനേക്കാളൊക്കെ സാമൂഹ്യമായും സാമ്പത്തികമായും ഒക്കെ സുരക്ഷിതരാണ് അധ്യാപകർ. അന്നേരം അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ തരത്തിലുള്ള വിദ്യാഭ്യാസത്തേക്കാൾ എൻ്റെ മക്കൾക്ക് അതിലും മേലെ നിൽക്കുന്ന വിദ്യാഭ്യാസം കിട്ടണമെന്നതാണ്. എല്ലാവരും മത്സരത്തിലാണ്. അത് തെറ്റല്ല, തെറ്റാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ സമൂഹത്തിൽ മൊത്തത്തിൽ സംഭവിക്കുന്ന ഒരു തെറ്റിനകത്ത് അധ്യാപകരും പങ്കാളിയാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ധാർമ്മികമായി വലിയ തെറ്റുണ്ട് അതിനകത്ത്. ഇപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഹോട്ടലിലുള്ള ആൾ അവിടുത്തെ ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. അധ്യാപകർ അവർക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സംവിധാനത്തെക്കുറിച്ച് വിശ്വാസ്യതയില്ല എന്ന് അവർ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്ന പോലെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി എത്രയൊക്കെ അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുവിദ്യാഭ്യാസത്തിനകത്ത് അവർ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു ധാർമ്മികമായ ബാധ്യതയാണ്. നിയമപരമായി ഇതൊന്നും നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എല്ലാവരോടും നമ്മൾ പറയേണ്ടി വരും ഇതേ കാര്യം. എല്ലാവർക്കും ബാധ്യതയുള്ള ഒരു കാര്യമാണ്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്ന് പറയുന്നത് അധ്യാപകരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമോ ബാധ്യതയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരായാലും നമ്മുടെ രാഷ്ട്രീയക്കാരായാലും നമ്മുടെ പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകളായാലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നവരായാലും വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായാലും എല്ലാവർക്കും ഇത് ബാധകമാണ്, അധ്യാപകർക്കുള്ളതുപോലെ തന്നെ. പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ട്. കാരണം അല്ലെങ്കിൽ നാട്ടുകാരിത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ മക്കളെ മറ്റൊരു സ്കൂളിൽ പറഞ്ഞയക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരാം. സാർ, പൊതുവിദ്യാഭ്യാസ രംഗം ആകെ മാറിയതിനെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. ടീച്ചർ ഓറിയൻറ്റഡ് ആയിരുന്ന, ടീച്ചർ സെൻറ്റേർഡ് ആയിരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയെ നമ്മൾ ചൈൽഡ് സെൻറ്റേർഡ് ആക്കി, അത് കൂടുതൽ ചൈൽഡ് ഫ്രണ്ട്ലി ആക്കി, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആക്കി, പ്രവർത്തനാധിഷ്ഠിതമാക്കി. വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി അന്വേഷണാത്മക പഠനങ്ങൾ വന്നു. പ്രോജക്റ്റുകൾ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ പോലും സ്വന്തമായി ചെയ്യാമെന്നായി. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ വിപ്ലവകരമായ മാറ്റമാണ്, വലിയ മാറ്റമാണ്. എന്നിട്ടും ആ തരത്തിലൊരു മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമായി പ്രതിഫലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായൊരു വിലയിരുത്തൽ. അതെന്തുകൊണ്ടാവും? പല ഘടകങ്ങളുണ്ടാവാം. ഇപ്പോൾ വീട് ഒന്ന് നോക്കൂ. വീട്ടിലെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു, വീട് മനോഹരമായി, വീട്ടിൽ കൂടുതൽ മുറികളായി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട്ടിൽ. കുട്ടികളുടെ എണ്ണം കുറയുകയും ചെയ്തു.
സ്വാഭാവികമായും രക്ഷിതാവും കുട്ടികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും കൂടുതൽ സ്നേഹാദരങ്ങളുള്ള ഒരു ബന്ധമാവുകയും ചെയ്യേണ്ടതാണല്ലോ. പക്ഷേ പലപ്പോഴും വീടുകളിൽ അത് സംഭവിക്കുന്നില്ല. അവനെ കാലം മാറുമ്പോൾ മറ്റൊരുപാട് ഘടകങ്ങളും കൂടി അതിനകത്ത് ഇടപെടുന്നതുകൊണ്ടായിരിക്കാം അത്. ഇപ്പോൾ സൗകര്യങ്ങൾ കൊണ്ട് മാത്രമല്ല. അപ്പോൾ പലപ്പോഴും വിദ്യാലയത്തിൽ നമ്മൾ ഇടപെട്ടത് പശ്ചാത്തല സൗകര്യ വികസനം നടത്തി കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടും. കുറേയും കൂടി രക്ഷിതാക്കൾ സ്കൂൾ നന്നായി എന്ന് കണ്ടിട്ട് അങ്ങോട്ട് വരും. പക്ഷേ അവരത് മാത്രമല്ല ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവരവരുടെ കുട്ടിക്കുള്ള വലിയ വിജയങ്ങളാണ്. വലിയ താരതമ്യങ്ങളും വലിയ മത്സരങ്ങളുമാണ് സ്കൂളിൽ നടക്കുന്നത്. അങ്ങനെ അതാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയൊരു കാലം വന്നപ്പോഴേക്ക് ഈ പറയുന്ന പ്രോജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ കുട്ടിക്ക് പ്രക്രിയാധിഷ്ഠിതമായി പഠിക്കാൻ കിട്ടുന്ന അവസരത്തിനെയോ ഒന്നുമല്ല LSS സ്കോളർഷിപ്പ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് പരീക്ഷയെ തന്നെയാണ് പലപ്പോഴും രക്ഷിതാവ് വലിയൊരു വിജയമായിട്ട് കാണുന്നത് എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ സ്കൂളുകളിലുണ്ട്. അധ്യാപകർക്ക് വേണ്ടതിലധികം പരിശീലനം ലഭിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ തന്നെ DPPയുടെ കാലത്ത് തന്നെ ഒരു അധ്യാപികയ്ക്ക് ഏതാണ്ട് 200-250 ദിവസങ്ങളിലെ പരിശീലനങ്ങൾ അവർക്ക് ഔദ്യോഗികമായി കിട്ടുന്നതിനപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അധ്യാപകർക്ക് പരിശീലനത്തിൻ്റെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അവരുടെ മനോഭാവമാണ് മാറിയത്. അന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം. ശരിക്കും അധ്യാപകരുടെ മനോഭാവം മാറേണ്ടതുണ്ട് ഇതിനകത്ത്. അങ്ങനെ മാറിയാൽ ശരിയാകാവുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്. ആ മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാനൊരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിച്ചിരുന്നൊരു കാലത്ത്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, ആ കാലത്ത് സ്കൂളിൽ വന്നിരുന്ന അധ്യാപകരുടെ രീതിയിലല്ല ഇന്നുള്ളത്. അന്നും നല്ല അധ്യാപകരുണ്ടായിരുന്നു എങ്കിൽ പോലും മൊത്തത്തിൽ സിസ്റ്റം ഒരല്പം അയഞ്ഞ മട്ടത്തിലായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു കുറേയും കൂടി സോഷ്യൽ ഓഡിറ്റ് ഉണ്ട്. സ്കൂൾ കൃത്യസമയത്ത് തുടങ്ങുന്നുണ്ടോ എന്നുള്ളതും സ്കൂളിൽ മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എന്നും ക്ലാസ്സിൽ അധ്യാപകരുണ്ടോ, പാഠപുസ്തകങ്ങൾ കിട്ടുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്നുണ്ട്. രക്ഷിതാ സമൂഹം മാത്രമല്ല, പത്രമാധ്യമങ്ങളും തുടങ്ങിയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് സ്കൂളിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സംഭവിച്ചു പോയ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരുപാട് സ്കൂളുകൾ വന്നു, മറ്റൊരുപാട് തരത്തിലുള്ള സ്കൂളുകൾ വന്നു. പലതരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ പരിഗണിച്ചുകൊണ്ടുള്ള സ്കൂളുകൾ വന്നു. അത് പലതും സമുദായങ്ങളാണ് നടത്തുന്നത്, മതവിഭാഗത്തിനകത്തുള്ള ഫ്രാക്ഷൻസ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് കുട്ടികളെ കിട്ടാൻ കുറേ കൂടി ആ പ്രചരണങ്ങൾ വഴി സാധിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള സാമൂഹ്യമായി ഉയർന്നു നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പഠന അന്തരീക്ഷമുള്ള എന്ന് വേണമെങ്കിൽ പറയാവുന്ന കുടുംബങ്ങളുടെ കുട്ടികളുടെ ബഹുഭൂരിപക്ഷവും മറ്റു വിദ്യാലയങ്ങളിലേക്ക് പോയി. അത് പൊതുവിദ്യാലയത്തിലെ ക്ലാസ് മുറിയുടെ ഒരു മൊത്തത്തിലൊരു ഉന്മേഷത്തിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം അവരോടാണ് മത്സരിക്കേണ്ടത് എന്ന് വരുന്നതിനെ അതിനെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മറ്റൊരു കാര്യം, ഈ അധ്യാപകരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യം കൂടി പറയാം. പരിശീലനങ്ങൾ ആദ്യകാലത്ത് വളരെ ആവേശകരമായൊരു അനുഭവമായിരുന്നു. അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത്, ഇപ്പോഴും നമ്മൾ ചെയ്തു വരുന്ന ഒരു അബദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്, ഒറ്റയടിക്ക് കേരളത്തിലെ 2 ലക്ഷം അധ്യാപകരെ വെക്കേഷൻ കാലത്തെ 1-2 ആഴ്ചകൾ വെച്ചുകൊണ്ട് പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ക്ലസ്റ്റർ പരിശീലനം എന്നുള്ള രീതിയിൽ ഒരൊറ്റ ശനിയാഴ്ച തിരഞ്ഞെടുത്തിട്ട് ആ ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ 1.25 ലക്ഷം അധ്യാപകരെയും പരിശീലിപ്പിക്കാൻ 2 ലക്ഷത്തോളം വരുന്ന അധ്യാപകരെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആരാണ് പരിശീലകർ? ആരെയും പരിശീലകരാക്കും. ഓടിച്ചിട്ട് പിടിച്ചിട്ട് ആളുകൾ പരിശീലകരാക്കും. അവർ പലരും അതിൽ പ്രാപ്തിയുള്ളവരല്ല, പലരും അതിൽ താല്പര്യമുള്ളവരല്ല. അവർ പരിശീലകർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ആളുകളല്ല പലരും. അത് പരിശീലനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ലോകത്ത് എവിടെയും എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് ഇങ്ങനെ ഇൻ സർവീസ് പരിശീലനം കൊടുക്കുന്ന സ്ഥലം കാണില്ല. അതായത് ഒറ്റ ദിവസം കൊടുക്കുക എന്നുള്ളതിൽ, അല്ലെങ്കിൽ 1-2 ആഴ്ചകൾ കൊണ്ട് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആർക്കാണോ വേണ്ടത് അവർക്ക് പരിശീലനം കൊടുക്കുക, വേണ്ട അളവിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് അധ്യാപക പരിശീലനത്തിൽ എപ്പോഴും നമ്മൾ ഒരു പരിഹാസ രൂപേണ തന്നെ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഒന്നിച്ച് ഒരു ചെമ്പിൽ കലക്കി വെക്കുകയും എല്ലാവർക്കും 1 ലിറ്റർ മുക്കി കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെയും ദാഹത്തിനോ ആരുടെയും ആവശ്യത്തിനോ ഒന്നും പരിഗണിച്ചുകൊണ്ടല്ല ഒരിക്കലും അല്ല. സംസ്ഥാന തലത്തിൽ കോർ SRG ഉണ്ടാവുക, അതിൽ നിന്ന് പിന്നെ ഒരു SRG രൂപപ്പെടുക, അവിടെ നിന്ന് DRGയിലേക്ക് വരിക, DRGയിൽ നിന്ന് BRGയിലേക്ക് വരിക, BRGയിലെ അധ്യാപകർ BRC തലത്തിൽ കൊടുക്കുന്ന പരിശീലനമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ ഗ്രാസ് റൂട്ട് ലെവൽ പരിശീലനം എന്ന് പറയുന്നത്. അപ്പോഴേക്കുണ്ടാകുന്ന പ്രസരണ നഷ്ടം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് സാറ് ഇപ്പോൾ പറഞ്ഞതാണ്, അത് യഥാർത്ഥ കിട്ടേണ്ട ആളുകളിലേക്ക് എത്തുക ഇല്ല. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, ഇപ്പോൾ നമ്മളൊക്കെ ആ വകുപ്പിനകത്ത് ഒരുപാട് പല തലങ്ങളിൽ ജോലി ചെയ്ത ആളുകളാണ്. അന്നും ആഭ്യന്തരമായി നമ്മൾ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളാണ്. ഒരുപക്ഷെ ഇപ്പോൾ റിട്ടയർ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങൾ പറയുമ്പോൾ എന്തേ മുമ്പ് പറയാത്തെന്നുള്ള ചോദ്യം വരുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അറിയാവുന്നൊരു കാര്യം, നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇതാണ് ഏറ്റവും സൗകര്യം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വെക്കേഷനിൽ 2 ആഴ്ച കൊണ്ട് മുഴുവൻ അധ്യാപകർക്കും ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. കുറച്ച് പേരെ വിളിച്ചു വരുത്തിയിട്ട് SRG എന്ന് പറയുന്ന സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ഇരിക്കുന്നു. വിളിച്ച ആളുകൾ മുഴുവനൊന്നും വരില്ല, പലർക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ ആകർഷകമല്ല.
വരാത്തവരുടെ പേരിൽ പ്രത്യേക നടപടി പ്രത്യേകിച്ച് നടപടിയൊന്നുമില്ല. മാത്രമല്ല വന്നവർക്കും അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക പിന്തുണയോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരമോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ചിലർ ചെല്ലുന്നു, അല്ലാത്തവർ ചെല്ലുന്നില്ല. അങ്ങനെ കുറച്ച് ആളുകളെ വെച്ചിട്ട് DRG നടത്തുകയും പരിശീലനം നടത്തുകയൊക്കെ ചെയ്യുകയാണ്. ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. ഒരു മില്ല് വർക്ക് ചെയ്യുന്ന പോലെ ഒരു അരി പൊടിക്കുന്ന മില്ലിൽ ഒരു സ്വിച്ച് ഇട്ടാൽ അതിൻ്റെ കൺവെയർ ബെൽറ്റുകൾ ചലിച്ചുകൊണ്ട് ഇത് മൊത്തം കാര്യങ്ങൾ ചലിക്കുന്നത് പോലെ ഈ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ അങ്ങ് നടക്കും. ആരും അതിൻ്റെ ഇടയിൽ ഇടപെട്ട് ഇതിൻ്റെ ക്വാളിറ്റിയിൽ എവിടെ നഷ്ടം വന്നു, സാറ് പറഞ്ഞ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതിനുള്ള മെക്കാനിസം പോലും അതിനകത്തില്ല. ഒരു മൊഡ്യൂൾ തയ്യാറാവുന്നു, ആ മൊഡ്യൂൾ വെച്ചുകൊണ്ട് താഴേക്ക് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നു. പരിശീലനം അങ്ങ് പൂർത്തിയായി കിട്ടിയാൽ ഇത്ര ശതമാനം അധ്യാപകർ പങ്കെടുത്തു എന്നും പറഞ്ഞ് നമ്മളങ്ങ് സമാധാനിക്കും. ഈ പങ്കെടുത്തവർക്ക് താല്പര്യപൂർവ്വമാണ് അവർ വന്നതിന് ശേഷം അവർക്ക് വല്ലതും കിട്ടിയ കാര്യം അവർ വിദ്യാലയത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കേട്ട കാര്യങ്ങളിൽ അവർക്ക് ഇനിയും ബാക്കി നിൽക്കുന്ന സംശയങ്ങളുണ്ടല്ലോ, ആ സംശയങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം രൂപീകരിക്കുക, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളത് കംപ്ലീറ്റ് വിട്ട് കളഞ്ഞു. പിന്നെ അടുത്ത കൊല്ലം വീണ്ടും പരിശീലനത്തിൻ്റെ കാര്യം വരുന്ന സമയത്താണ് വീണ്ടും പഴയ RP-മാരുടെ ലിസ്റ്റ് എടുത്ത് അവരിൽ നിന്ന് ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് ഇതേ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി ഒരേ ചാലിൽ കിടന്ന് കറങ്ങുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പരിശീലനത്തിലുള്ള മൊത്തം സംവിധാനത്തിൽ ഇടപെടുന്ന ആളുകൾക്കൊക്കെയും ഒരു തരം മരവിപ്പും ഒരു താല്പര്യക്കുറവും വന്നു പോയിട്ടാണ് എൻ്റെ തോന്നൽ. അതിൻ്റെ കുറവ് ഏതൊരു പരിപാടി അങ്ങനെയാണ്. അതിൻ്റെ ഒരു പരമാവസ്ഥയിലെത്തി കഴിയുമ്പോൾ അത് ഒന്ന് പിന്നോട്ടടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായിരിക്കും സംഭവിച്ചത്. സാറ് ഈ SRG കോർ SRGയിൽ SRGയിൽ ഒപ്പം തന്നെ DRGയിൽ അതിനൊക്കെ അപ്പുറത്ത് ഈ പാഠപുസ്തക രചനയിൽ ഒക്കെ സജീവമായിരിക്കുന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു. വളരെ ക്രിയാത്മകമായ ആരോഗ്യകരമായ വിമർശനങ്ങൾ നടത്തിക്കൊണ്ട് ഇതിലൊക്കെ ഇടപെട്ട ആളാണ് അങ്ങ്. അത് വളരെ ശക്തമായി കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത് ആഴത്തിൽ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങയാൽ കഴിയുന്നത്ര പരിഷ്കരണങ്ങൾ പരിവർത്തനങ്ങൾ ഈ രംഗത്ത് കൊണ്ടുവരാൻ അങ്ങ് ശ്രമിച്ചിട്ടുണ്ട്, കരുതി സംശയമില്ല. റിട്ടയർമെൻറ്റിന് ശേഷം വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് ഞാൻ കാണുന്നുണ്ട്. തന്നെയല്ല, അങ്ങയുടെ കുറിപ്പിന് അഭൂതപൂർവമായ പിന്തുണയാണ് കിട്ടുന്നത്. പലപ്പോഴും കേരളത്തിലെ വേറൊരു വിദ്യാഭ്യാസ വിചക്ഷണനും കിട്ടാത്തത്ര അങ്ങ് ഒരു നൂതന ആശയം സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ അതിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. സ്ഥിരമായി കിട്ടുന്നതല്ല, അതിനപ്പുറത്ത് പുതിയ ആളുകളും കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങ് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ സ്ഥലത്ത് ഇവിടെ ആളുകളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കുറേ കൂടി സജീവമായി ഇടപെടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴില്ലേ? ഉണ്ട്, അതിൽ തർക്കമില്ല. മാത്രവുമല്ല, ഞാൻ പലപ്പോഴായിട്ട് പല വേദികളിലും പറഞ്ഞൊരു കാര്യമാണ്, ഒരു വർഷം എത്രയോ അധ്യാപകർ റിട്ടയർ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, നല്ല അധ്യാപകർ, നല്ല വിദ്യാഭ്യാസ ഓഫീസർമാർ, അവരുടെയൊക്കെ 55 വയസ്സ് വരെയുള്ള കാലത്തിനിടയിൽ 56 വയസ്സ് വരെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ആ അനുഭവങ്ങളൊന്നും നമ്മൾ എവിടെയും പ്രയോജനപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 56 വയസ്സ് കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ ഓഫീസർ അല്ലെങ്കിൽ അക്കാഡമിക് വൈദഗ്ധ്യമുള്ള ആളുകളൊക്കെ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് അവരെ വീണ്ടും പ്രയോജനപ്പെടുന്നില്ല, സംവിധാനം പ്രയോജനപ്പെടുന്നില്ല. എന്നാൽ അവരും തന്നെ അവരുടെ ഇതുവരെയുള്ള ധാരണകളെ വെച്ചുകൊണ്ട് അതിനെ മറ്റേതെങ്കിലും തരത്തിൽ ആശയപരമായെങ്കിലും പ്രസരിപ്പിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുമില്ല. അതൊരു തരം നിരാശ കൊണ്ടൊക്കെ ആയിരിക്കാം. പെട്ടെന്ന് റിട്ടയർ ചെയ്ത് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വേദികളൊക്കെ നഷ്ടപ്പെടുമ്പോഴോ നിരാശ കൊണ്ടൊക്കെ ആയിരിക്കാൻ തോന്നുന്നു. ഇപ്പോൾ അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ചോദിച്ച സമയത്ത് പറയാമല്ലോ. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ലേണിങ്ങിനെ കുറിച്ചാണ് പഠിപ്പിച്ചത് കഴിഞ്ഞ കുറേ കാലമായിട്ട്. ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ് നടക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ടയർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പരിശീലനങ്ങളിൽ നമ്മൾ ചെയ്തത് അധ്യാപകരെ ഗ്രൂപ്പായിട്ടിരിക്കുകയും ഗ്രൂപ്പായിട്ട് ഡിസ്കഷൻ നടത്തുകയും അത് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ പോവുകയാണ്. പലപ്പോഴും കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടാറുണ്ടാവില്ല, കാരണം അതിനുള്ള സമയം കിട്ടില്ല, അതിനനുസരിച്ചുള്ള ചർച്ച അവിടെ നടന്നിട്ടുണ്ടാവില്ല. വേറൊരു സാഹചര്യത്തിൽ ചർച്ച എന്നൊക്കെ പറയുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. നമ്മൾ സ്കൂൾ ക്ലാസ് മുറിയിൽ നോക്കിയാൽ അറിയാം, ഇപ്പം ഈ മലയാള തിളക്കം പോലുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഈ ഗണിത വിജയം എന്നൊക്കെ പറഞ്ഞ് കണക്കിന് വേണ്ടി പ്രത്യേക പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അത്തരം ഡ്രൈവ് പ്രോഗ്രാമുകൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ SLC ക്യാമ്പ് തന്നെ നോക്കാം. അപ്പോൾ കുട്ടികളെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ അധ്യാപകർ അവസാനത്തെ കുറച്ച് ദിവസം വെച്ചിട്ട് കുറച്ച് ദിവസം ഒരു ക്യാമ്പ് പോലെ നടത്തി ഒന്ന് കടുക് വറുത്ത് ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികളിലും കുറച്ച് കുട്ടികളെങ്കിലും കുറച്ച് പിയർ ടീച്ചിങ്ങും എന്ന പോലൊരു സംവിധാനമൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്ന ഒരു ആശയം അത് തന്നെയാണ്. നമ്മൾ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മളിപ്പോൾ തീരെ പരിഗണിക്കാതെ, ആ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും ആളുകൾക്ക് അങ്ങ് ദഹിക്കാത്തത്. കാരണം ഈ കുട്ടിക്ക് ഉള്ളൊരു അവസ്ഥയുണ്ട്, ഈ കുട്ടിയുടെ ഒരു പരിമിതിയുണ്ട്, അതിനകത്ത് നിന്നുകൊണ്ട് സഹായിക്കലാണ് ടീച്ചറുടെ പണി എന്നത് ഇപ്പോഴും അത്രയ്ക്കാണ് ബോധ്യം വന്നിട്ടില്ല.
ക്ലാസ്സിൽ 27 കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികളെയും ഒരുമിച്ച് കാണുക, അല്ലെങ്കിൽ ആ 40 കുട്ടികളെ 8 ഗ്രൂപ്പുകളാക്കിയിട്ട് അവർക്ക് ഗ്രൂപ്പ് വർക്ക് കൊടുക്കുക എന്നതാണ് എൻ്റെ ഒരു ജോലി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി കാണുകയും അതെ, മൊത്തത്തിൽ യൂണിറ്റായി കണ്ടുകൊണ്ടിരുന്ന പഴയ രീതിയെ മാറ്റിമറിച്ച് ഓരോ കുട്ടിയും വിഭിന്നനാണ് എന്ന ചിന്ത നമ്മൾ എത്രയോ വട്ടം ടീച്ചേഴ്സിന് കൊടുത്തതാണ്. ഉണ്ട്. അതൊരു ആശയമായിട്ട് എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അത് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പറയാൻ ഒന്നുകൂടെ മാറ്റി പറയണം. നമ്മളൊരു ക്ലിനിക്കൽ രീതിയെക്കുറിച്ച് പറയണം. ഇപ്പോൾ നമ്മുടെ ഒരു കുറച്ച് പേര് ഒന്നിച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ക്ലിനിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കുറച്ച് പേർക്ക് രോഗങ്ങളൊന്നുമില്ല, അവരെ അന്നേരം തന്നെ ഫിൽറ്റർ ചെയ്യാം. കുറച്ച് പേർക്ക് ചെറിയ പനിയോ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഗുളിക കഴിച്ചാൽ മാറാവുന്ന കേസേ ഉള്ളൂ. അവർക്ക് ആ തരത്തിൽ ഡോക്ടർ മരുന്ന് എഴുതിയിട്ട് കൊടുക്കുന്നു. മറ്റ് ചിലരെ പരിശോധിക്കുമ്പോഴാണ് എന്തോ ചില രോഗലക്ഷണങ്ങളുണ്ടോ സംശയം വരുന്നു, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡയഗ്നോസിസ് നടത്തുന്നു, ചിലത് കണ്ടെത്തുമ്പോൾ അതിനുള്ള പരിഹാരങ്ങളിലേക്ക് പോകുന്നു. ചില ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് സർജറി ആവശ്യമുണ്ടാവാം, മറ്റ് ചില ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഇൻറ്റൻസീവ് കെയർ തന്നെ ആവശ്യമുണ്ടാവും. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എല്ലാം അതിനെ ന്യായീകരിക്കല്ല, പക്ഷേ എങ്കിൽ പോലും ഇത് ക്ലാസ് മുറിക്കും ബാധകമാണ്. ഇതിൽ ടീച്ചറുടെ യാതൊരു ഇടപെടലും ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റുന്ന കുറേ കുട്ടികളുണ്ട്, മെഡിസിൻ ആവശ്യമില്ലാത്തവർ. ചെറിയ മെഡിസിൻ ആവശ്യമുള്ള, ടീച്ചറുടെ വ്യക്തിപരമായ ശ്രദ്ധ ആവശ്യമുള്ള കുറച്ച് പേരുണ്ട്. അത് കഴിഞ്ഞാൽ ടീച്ചറുടെ വലിയ ശ്രദ്ധ ആവശ്യമുള്ള ആളുകളും ഈ പറഞ്ഞ തരത്തിലുള്ള സർജറി ഇടപെടലുകൾ ആവശ്യമുള്ള ആളുകളും ഇൻറ്റൻസീവ് കെയർ ആവശ്യമുള്ളവരുണ്ട്. അത് വന്ന് നോക്കുമ്പോൾ 40 കുട്ടികളുള്ള ഒരു ക്ലാസ് മുറിയിൽ ചിലപ്പോൾ 6-7 പേര് ഉണ്ടാവുള്ളൂ. പക്ഷേ ടീച്ചർ ഈ എല്ലാവരോടും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടീച്ചർക്ക് അനുഭവപ്പെടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നാക്കം നിൽക്കുന്ന 6 കുട്ടിക്ക് വേണ്ടി ടീച്ചർ വലിയ എഫേർട്ട് എടുക്കുമ്പോഴേക്കും മറ്റേ കുട്ടികൾക്ക് സമയം നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് പേഴ്സണലൈസ് ചെയ്യണം. അതെ, അതാണ് പ്രശ്നം. അത് ഈ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ് എൻ്റെ ജോലി എന്നത്. ഒരു ക്ലാസ് മുറി എന്നൊക്കെ പറയുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രം വെച്ചാണ്. എല്ലാ കുട്ടികൾക്കും കാര്യങ്ങൾ പഠിക്കാൻ ഒരു കൊല്ലം ആവശ്യമില്ല. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഒരു കൊല്ലം എന്ന് പറയുന്നത്. എല്ലാ കുട്ടിക്കും ഇതൊന്നും ഒരുപോലെയല്ല. ഈ പാഠപുസ്തകം പോലും അങ്ങനെയാണല്ലോ. സാറിന് അറിയാവുന്നൊരു കാര്യമല്ലേ, ഇടുക്കിയിലൊരു കുട്ടിക്കുള്ള ഒരു അനുഭവത്തിൻ്റെ തലമല്ല ഒരു പക്ഷേ എറണാകുളത്തെ ടൗണിലുള്ള ഒരു കുട്ടിയുടെ. അതുകൊണ്ട് പക്ഷേ എല്ലാവർക്കും നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു പാഠപുസ്തകമാണ്. അതിന് നേരത്തെ പറഞ്ഞ ഒരു ന്യായമാണുള്ളത്. നമുക്ക് അതാണ് സൗകര്യം. മൾട്ടി ലെവലാണെന്നൊക്കെ അതെ പറയാം. പക്ഷെ നമുക്ക് സൗകര്യമാണ് നമ്മൾ ഇപ്പോഴും നോക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നു, അതിൻ്റെ 4 ലക്ഷം കോപ്പി അച്ചടിക്കുന്നു, പാക്കറ്റുകളാക്കിയിട്ട് എല്ലാ സ്കൂളുകളിലേക്കും എത്തിക്കുന്നു, എല്ലാ ക്ലാസ് മുറിയിലും കുട്ടികൾക്ക് മുമ്പിൽ കൊടുക്കുന്നു, അവരോട് നിശബ്ദരായിരുന്നിട്ട് 2 മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതാൻ പറയുന്നു. ഉത്തരക്കടലാസ് വീട്ടിൽ കൊണ്ടുപോയിട്ട് അധ്യാപകർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒരു മാർക്ക് പ്രഖ്യാപിക്കുന്നു. വളരെ എളുപ്പമുള്ളൊരു ഇവാലുവേഷൻ രീതിയാണ്. എല്ലാം സൗകര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിൻ്റെ അഭാവമാണ് യഥാർത്ഥത്തിൽ. അതാണ് യഥാർത്ഥത്തിൽ സ്കൂൾ നടത്തേണ്ട ഒരു പ്രവർത്തനം എന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സ്കൂളിനെ എപ്പോഴും കാണുന്നത്. പരമാവധി ചെറുതാക്കിയപ്പോഴും നമ്മൾ ക്ലാസ് മുറിയായിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ടീച്ചറെ സംബന്ധിച്ചോളം ടീച്ചർ ഡിവിഷനായിട്ടേ കണ്ടിട്ടുള്ളൂ. അവിടെ ഇരിക്കുന്ന കുട്ടികൾ പണ്ടത്തെ പോലെ ഒത്തിരി കുട്ടികളൊന്നുമില്ല. ശരാശരി ഒരു 20-25 കുട്ടികളൊക്കെ ഉള്ളൂ കേരളത്തിലൊരു ക്ലാസ് മുറിയിൽ, പലപ്പോഴും അതിലും താഴെയാണ്. ആ കുട്ടികളിൽ തന്നെ ടീച്ചറുടെ കഠിനമായ ഇടപെടൽ ആവശ്യമുള്ള കുട്ടികൾ എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറയുന്നത്ര എളുപ്പമല്ല. ഞാനാണ് ക്ലാസ്സിലെ ടീച്ചറെങ്കിലും പറയുന്നത്ര എളുപ്പമല്ല അത്. പക്ഷേ ആ എളുപ്പമല്ലാത്ത പണിയാണ് എൻ്റെ പണി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നില്ല. അതിൽ നമ്മുടെ ട്രെയിനിങ്ങുകൾക്കും വലിയ കുഴപ്പം പറ്റി. എപ്പോഴും ഗ്രൂപ്പ് വർക്കുകൾ മാത്രം കൊടുത്തു. 40 അധ്യാപകർ വരുന്നൊരു ബാച്ചിൽ 40 പേരും ഒരുപോലെയാണ് എന്ന രീതിയിലാണ് RP അവരോട് പെരുമാറുന്നത്, അവരുടെ അനുഭവങ്ങളൊക്കെ എടുക്കുന്നത്. അതിലും തന്നെ നമുക്ക് ചില കാറ്റഗറൈസേഷൻ ആവശ്യമായിരുന്നു. അപ്പോൾ ഹയർ ലെവൽ പരിശീലനം ആവശ്യമുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ളത് കൊടുക്കുകയും അടിസ്ഥാനപരമായ പരിശീലനം ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതായിരുന്നു. സാർ ഏറ്റവും കാതലായ വിഷയമാണ് സാർ സൂചിപ്പിച്ചത്. ഈ വിഷയത്തെ നമുക്ക് വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അറിയാം എല്ലാവർക്കും. അധ്യാപകരുടെ ഇടയിൽ നമുക്ക് വീണ്ടും ഒരുപക്ഷെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇത് ബോധ്യപ്പെടേണ്ട വേറൊരു വിഭാഗമുണ്ട്, സമൂഹം അപ്പുറം നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പറഞ്ഞ അന്നയുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ മനസ്സിൽ കയറി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ സമൂഹത്തിലേക്ക് ഈ ആശയത്തിൽ നമ്മൾ ഒത്തിരി PTA ഓറിയൻറ്റേഷനൊക്കെ നടക്കുന്നുമുണ്ട്. പക്ഷെ സാറിനറിയാലോ, ഇപ്പോഴും പള്ളിക്കൂടങ്ങളിൽ സാറ് പറഞ്ഞ ഈ അനുഭവമുള്ള അധ്യാപകരെ വിളിച്ച് ഒരു PTA-കാരും ക്ലാസ് എടുപ്പിക്കുന്നില്ല. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ ഒന്നും നാട്ടിലില്ല. കാരണം ഞാനൊക്കെ ഒരു 10-33 വർഷം അധ്യാപകനായതിൽ തന്നെ 10 വർഷത്തോളം DPP SSA പാഠപുസ്തകം എന്നൊക്കെ പറഞ്ഞ് നടന്നതാണ്. എത്രയോ അനുഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് IEDC ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു PTA മീറ്റിങ്ങുകളിലൊക്കെ വന്ന് പോകുന്നവർ പലപ്പോഴും അധ്യാപകർ വിളിക്കുന്നത് ഒരനുഭവവും ഇല്ലാത്ത, പള്ളിക്കൂടത്തിൽ ഒരു ദിവസം പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ആളുകളെ വിളിച്ച് PTA ഓറിയൻറ്റേഷൻ നടത്തി വിടുകയാണ്. എന്തുകൊണ്ടാണ് സമൂഹം ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്? അത് ആ പ്രോഗ്രാമുകൾ പലതും നമുക്ക് നോക്കിയാൽ അറിയാം. അതൊരു തൊലിപ്പുറമേയുള്ള ഒരു പ്രോഗ്രാമുകളാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും 10ാം ക്ലാസ് പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് കുട്ടികളെ എനർജൈസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രത്യേക എന്തായാലും പറയാറുള്ള വാക്കുണ്ടല്ലോ,
ഇവരെ Motivate മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. അവരെ സംബന്ധിച്ചോളം അവർ എല്ലായിടത്തും പറയാവുന്ന, ആർക്കും ഇഷ്ടപ്പെടാവുന്ന, ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ബുധനാഴ്ചയാണെന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ എവിടെയും ആർക്കും പ്രത്യേകിച്ച് വിയോജിപ്പുകളൊന്നും ഇല്ലാത്ത കുറേ ആശയങ്ങൾ പറയും. എല്ലാവരും കുറെ കേട്ടിരിക്കും. സ്കൂളിനെ സംബന്ധിച്ചോളം അവർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം നടത്തി, രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തി എന്നുള്ളത് മാത്രമാണ്. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ള രക്ഷിതാവിൻ്റെ താല്പര്യങ്ങളും സ്കൂളിലെ അക്കാഡമിക്കായി ധാരണയുള്ള ഒരു വിദ്യാലയമാണെങ്കിൽ താല്പര്യവും തമ്മിൽ നല്ല പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പോലും ചെയ്തത് എന്താണോ മറുപുറത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന നമ്മൾ കുറ്റപ്പെടുത്തിയിരുന്ന അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ എന്തൊക്കെ മാമൂലുകളാണോ നടത്തിക്കൊണ്ടിരുന്നത് അതിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മളിതിനെ സംരക്ഷിച്ചത്. ഇംഗ്ലീഷ് മീഡിയമാക്കുകയും പലതരത്തിലുള്ള ക്ലാസ്സുകൾ, യഥാർത്ഥത്തിൽ ടൈം ടേബിളിൽ ഇല്ലാത്ത പല വിഷയങ്ങളും, ജനറൽ നോളജ് എന്നുള്ള പേരിൽ, ക്യൂസ് എന്നുള്ള പേരിൽ, മറ്റേ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇങ്ങനെ പല പല പേരിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് സ്കൂളിൽ, ജനറൽ സ്കൂളിൽ. അല്ല, പേരിന് വേണ്ടി ഒരു ക്ലാസ് 1-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ആക്കുക, ബാക്കിയുള്ള മലയാളം മീഡിയത്തിൽ തുടർന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് എല്ലാം ഇംഗ്ലീഷ് മീഡിയം ആക്കുന്ന ഒരു സംവിധാനം ഏറെക്കുറെ അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ മലയാളം മീഡിയമായിട്ട്. അത് ദുർബല വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, ഈ ഇംഗ്ലീഷ് മീഡിയത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അങ്ങനെ ഒരു അവസരയുടെ മാത്രം ക്ലാസ് മുറിയായിട്ട് മലയാളം മീഡിയം പാർശ്വവൽക്കൃതർ എന്നും കുറെ കൂടി പാർശ്വവൽക്കൃതർ. നന്നായിട്ട് ക്ലാസ് മുറിയിൽ, അത് സ്കൂളിൽ പോലും അധ്യാപകർക്ക് പോലും അതുണ്ട്. സ്മാർട്ടായിട്ടുള്ള ക്ലാസ്സിലേക്ക് ഒരു സ്മാർട്ടായിട്ടുള്ള ടീച്ചറും അത്ര സ്മാർട്ട് അല്ലാത്ത ഒരു ക്ലാസ് മുറിയിലേക്ക് അത്ര സ്മാർട്ട് അല്ലാത്ത ഒരു ടീച്ചറെയും ഒക്കെ വിഭജിക്കുന്ന തരത്തിൽ പോലും ക്ലാസ് മുറിയിൽ ആ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. അത് തുടരാനുള്ള പ്രേരണയാണ് പലപ്പോഴും ഈ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ളത്. ഈ വരേണ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംവിധാനം വിദ്യാഭ്യാസത്തിലും വരിക എന്നൊക്കെ പറഞ്ഞാൽ സാറൊന്നും അത് വിദ്യാഭ്യാസത്തിൽ വരിക എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പാടെ ബാധിക്കുക എന്നല്ല അർത്ഥം. തിരിച്ച് സമൂഹവും തന്നെയാണ് ഇതിന് ഇങ്ങോട്ട് ഉത്തരവാദികളാവുന്നത്. കാരണം വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടത്താൻ വേണ്ടി അവരെ നിർബന്ധിക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹമാണ്. ചില അധ്യാപകർക്കെങ്കിലും അറിയാം ഇതൊന്നുമല്ല നടക്കേണ്ടത് എന്നുള്ളത്. സ്കൂളിൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ, ഒരു 100 പേർ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു 20 കുട്ടികളെങ്കിലും പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ, തീരെ എഴുത്തും വായനയും അറിയാത്തവരുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ഫോക്കസ് ആവേണ്ടത് സത്യത്തിൽ അതാണ്. അത് മാത്രമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്ന 5-6 സ്കോളർഷിപ്പ് പരീക്ഷ ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതെ, സ്കോളർഷിപ്പ് കിട്ടുന്നേ നമുക്ക് യാതൊരു വിരോധമില്ല. ആവശ്യമുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അതിങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് സത്യത്തിലും വലിയ അതിക്രമമാണ്. കാരണം അത് ഒരുപാട് തരത്തിലുള്ള കുഴപ്പങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതിന് നേരെ എതിരാണ് സാർ. അതിൽ സ്കൂളിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം LSS കിട്ടാൻ അർഹരായ എന്ന് അധ്യാപകർ വിചാരിക്കുന്ന കുട്ടികളെ മാത്രം വെച്ച് വേറൊരു ക്ലാസ് മുറി നടത്തുന്നു. അവർക്ക് മാത്രമായിട്ട് രാത്രിയിലും പകലും ഒക്കെ കോച്ചിങ് നടത്തുന്നു. അതിൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർ അന്നേരം തന്നെ വിഭജിക്കപ്പെടുകയാണ്. ഞങ്ങൾ ഇതിനൊന്നും കൊള്ളരുതാത്തവരാണ്, ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ. ഒരുപക്ഷെ ആ കുട്ടികളിലും രക്ഷിതാക്കൾക്ക് വീട്ടിൽ നിന്ന് പിന്തുണ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ പല കുട്ടികളും ഇതിനകത്ത് ഇരിക്കാവുന്നവരായിരിക്കും. സ്കോളർഷിപ്പ് പരീക്ഷകൾ കുട്ടികളെ കൂടുതൽ നല്ല പഠനത്തിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു സ്കൂൾ എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹ്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അത് കുറേ ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ അതിനെ മാറ്റി ചെയ്യേണ്ടതാണ്. നിർത്തലാക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറിന് നമ്മുടെ ഒരു പൈതൃക രീതി അല്ലെങ്കിൽ പാരമ്പര്യ രീതിയെ പാടെ നിഷേധിച്ചാൽ ഒരു വിഭാഗം ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തും. DPP SS ഒക്കെ വന്നപ്പോൾ നമ്മുടെ കരിക്കുല പരിഷ്കരണത്തെയൊക്കെ, പാഠ്യപദ്ധതി പരിഷ്കരണത്തെയൊക്കെ പാടെ നിരാകരിച്ച ഒരു വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് നമ്മുടെ അക്ഷരാവതരണ രീതി, ആശയാവതരണ രീതിയായിരുന്നു. നമ്മൾ പാരമ്പര്യമായി അക്ഷരാവതരണ രീതി സ്വീകരിച്ചവരാണ്, സാറിനറിയാം. അതിനെ മാറ്റിക്കൊണ്ടൊരു ആശയാവതരണ രീതി വന്നപ്പോൾ അതിനെ പിൻപറ്റാൻ അധികം ടീച്ചേഴ്സ് പോലും ആദ്യം തയ്യാറായില്ല. പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ വന്നപ്പോഴേക്കും കാലം കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കപ്പുറം അക്ഷരാവതരണ രീതി കേരളത്തിലെ മാമൂൽ പ്രിയന്മാർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതിപ്പോൾ സാറ് സൂചിപ്പിച്ച സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരാവശ്യമായിരുന്നു. നമ്മളതിന് വഴങ്ങി. കേരളത്തിലല്ലല്ലോ അക്ഷരാവതരണ രീതി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1-ാം ക്ലാസ്സിലെ കാര്യമാണല്ലോ നമ്മൾ പറയുന്ന ആശയാവതരണ രീതി. കുട്ടി 1-ാം ക്ലാസ്സിലല്ലല്ലോ കേരളത്തിൽ ചേരുന്നത്. കുട്ടി pre-KG, LKG, UKG അല്ലെങ്കിൽ അംഗനവാടിയൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. ഈ KG ക്ലാസ്സുകളിൽ, അംഗനവാടികളിൽ പോലും രക്ഷിതാക്കൾ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ഈ അധ്യാപകർ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരം പഠിക്കാതെയല്ല. ഇന്ന് 1-ാം ക്ലാസ്സിലെ ടീച്ചർ ആ സ്കൂളിലുള്ള LKG, UKG ക്ലാസ്സിലെ അധ്യാപികമാരോട് പറയുന്നത് മുഴുവൻ അക്ഷരവും പഠിപ്പിച്ചതിന് ശേഷമേ അവിടുന്ന് വിടാവുള്ളൂ എന്നാണ്. പക്ഷേ ആ രീതി ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ ഒരു ആശയാവതരണ രീതി എന്ന് പറയുന്ന ഒരു കാര്യം ആരും അങ്ങനെ പ്രയോഗിച്ച് നോക്കിയിട്ടേ ഇല്ല. ആശയപരമായി ഇതിനെ എതിർക്കുക എന്നുള്ളത് കേരളത്തിൽ ഈ മതവിഭജനം നടക്കുന്നത് പോലെ അത് ശരി, ഇത് തെറ്റ്, ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ ശരി, മറ്റൊരു ചെയ്യുന്ന മുഴുവൻ തെറ്റ്, അതാണല്ലോ നമ്മുടെ രീതി. ആ രീതിയിൽ പറഞ്ഞാണ് ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ കുട്ടിക്ക് കിട്ടുന്നത്. വാക്കുകളിൽ നിന്ന് പോലും ചിലപ്പോൾ കിട്ടുന്ന ആശയങ്ങൾ തന്നെയാണ്. അതിനൊരു വലിയ മുഴുത്ത ആശയം തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ആശയാവതരണ രീതിക്കാരെന്ന് പറയുന്ന ഒരു വലിയൊരു ഐഡിയലിസ്റ്റിക് ആയിട്ട് മാറി നിൽക്കുകയും ഈ അക്ഷരം വേണം എന്ന് പറയുന്നവരെ തനി പിന്തിരിപ്പന്മാരായി കാണുകയെന്ന് ചെയ്യുന്നതിലൊന്നും കേരളത്തിലൊരു യാഥാർത്ഥ്യവുമായിട്ട് അതിന് വലിയ പൊരുത്തമൊന്നുമില്ല. കാരണം കുട്ടികൾ വീട്ടിൽ നിന്നും കൂടിയാണ് പഠിക്കുന്നത്. വീട്ടിൽ നിന്ന് രക്ഷിതാവ് കുട്ടിയെ അക്ഷരം എഴുതി തന്നെയാണ് പഠിപ്പിക്കുന്നത്.
LKG നഴ്സറി ക്ലാസ്സിനും അക്ഷരം എഴുതി തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ അക്ഷരം എഴുതി വന്ന കുട്ടിയാണ് 1-ാം ക്ലാസ്സിലുള്ളത്. അവിടെ വെച്ച് ഇനി ടീച്ചർ ആശയാവതരണ രീതി നടത്തിയാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 1-ാം ക്ലാസ്സിൽ ചേരുന്നവർക്ക് എല്ലാ അക്ഷരവും പഠിക്കണമെന്ന് എല്ലാവരും നിർബന്ധിക്കുന്നു, രക്ഷിതാവും പഠിപ്പിക്കുന്നു, pre-KG ക്ലാസ്സിലെ ടീച്ചറും പഠിപ്പിക്കുന്നു. എന്നിട്ട് ഈ കുട്ടി 1-ാം ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം പിന്നെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോൾ ഈ കുട്ടിക്ക് എഴുത്തും വായനയും അറിയില്ല, അക്ഷരം അറിയില്ല എന്നാണ് ഇപ്പം പൊതുസമൂഹം രക്ഷിതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതെങ്ങനെയാണ് അതിൽ വാസ്തവം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്കുള്ളൊരു സംശയം. എൻ്റെ പരിചയത്തിൽ ഇപ്പോൾ ഈ എല്ലാവരും പറയുന്നുണ്ട് കുട്ടികൾക്കൊക്കെ എഴുത്തും വായനയും അറിയില്ല എന്ന് പറയുമെങ്കിലും ആരും അവരുടെ കുട്ടികളെ കുറിച്ച് അത് പറയുന്നില്ല. എൻ്റെ കുട്ടി ഇത്രയും കാലം പഠിച്ചിട്ടും കുട്ടിക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറയുന്ന രക്ഷിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അന്യരുടെ മക്കളെ കുറിച്ചാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് കേരളത്തിലുള്ള സാഹചര്യം വളരെ കുറവാണ്. കുട്ടികൾ പല കാര്യങ്ങളും ഉദാസീനരാണ്. അത് അവരുടെ പ്രകൃതി എടുത്ത് നോക്കിയാൽ, വീട്ടിലുള്ള പ്രകൃതി എടുത്ത് നോക്കിയാൽ അറിയാം. അതിൻ്റെ ഒരു കാരണം നമ്മളൊരു ഉത്തരവാദിത്വം അവരെ കൊടുക്കാതെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. സ്പൂൺ ഫീഡിങ് വഴി വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പഠനത്തിൽ ഒരു ഉദാസീനതയുണ്ട് കുട്ടികൾക്ക്. പ്രത്യേകിച്ചും ചെറിയ ക്ലാസ്സിലെ ആൺകുട്ടികളൊക്കെ പല ടാസ്കും ഏറ്റെടുക്കുന്നതിൽ വലിയ വിമുഖത കാണിക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒഴിച്ചാൽ വ്യാപകമായി ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടാവാനുള്ളൊരു സാധ്യത നേരത്തെ പറഞ്ഞതാണ്. പഠിക്കുന്ന കുട്ടികൾ മറ്റ് സ്കൂളുകളിൽ പോവുകയും ഇവിടെ ആരൊക്കെയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിലുള്ളത് അതും നോക്കണം നമ്മൾ. ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും പൊതുവിദ്യാലയങ്ങളിൽ കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏതാണ്ട് 40-50% പേരെ നോക്കിയാൽ അവരെല്ലാം സോഷ്യലി ഡിപ്രൈവ്ഡ് ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളാണ്. ആദിവാസി മേഖലയിൽ നിന്ന്, തീരദേശ മേഖലയിൽ നിന്ന്, അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ, രക്ഷിതാക്കളില്ലാത്തവർ, ചേരികളിൽ താമസിക്കുന്നവർ, ഇങ്ങനെ സോഷ്യലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നാണ് വലിയ പ്രാതിനിധ്യമുള്ളത് ക്ലാസ് മുറിയിൽ. സ്വാഭാവികമായും അവരുടെ വീട്ടിൽ പഠനാന്തരീക്ഷം കുറവാണ്. ബുദ്ധിക്ക് അവർക്കൊരു കുറവില്ല. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സാമൂഹ്യ സംവിധാനമോ ഫാമിലി സംവിധാനമോ കുറവായതുകൊണ്ട് തന്നെ അവർ പഠനത്തിൽ പിന്നാക്കമായിരിക്കും. ആ ഓരോ കുട്ടിയും പിന്നാക്കം നിൽക്കുന്ന കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ, അവിടെയാണ് നേരത്തെ പറഞ്ഞ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു കാര്യം പറയുന്നത്. അത്തരത്തിലൊരു പരിശ്രമം പലപ്പോഴും എവിടെയും നടക്കുന്നില്ല. അത് സാമൂഹ്യമായിട്ടുള്ള പിന്തുണയും ആവശ്യമുണ്ട്. സ്കൂളിൽ നിന്ന് മാത്രം നടന്നില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം ക്ലാസ് മുറികളിലും ഇരിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്. അവർ പലരും പല ഭാഷ സംസാരിക്കുന്നവരാണ്, പലതരം കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെയാണ് പലപ്പോഴും ഇവരുണ്ടാവുക. അതുകൊണ്ട് ഈ മൊത്തത്തിൽ ഒരു ആക്ഷേപിക്കുന്നതിൻ്റെ ഒരു സുഖം, അതാണ് നമ്മുടെ മലയാളിയുടെ ഒരു രീതിയും കൂടി. അതാണ് അത് കുട്ടികളൊക്കെ ഇത്രയും കാലം പഠിച്ചിട്ടും ഒന്നും പഠിക്കുന്നില്ല എന്നും, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എല്ലായ്പ്പോഴും ഈ പറയുന്ന കുട്ടികൾ തന്തവൈബ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ അതിഗംഭീരമായിരുന്നു, ഇപ്പോഴൊന്നും പഠിക്കുന്നില്ല എന്നാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തും, ഞാൻ 83-ൽ SSLC കഴിഞ്ഞ ഒരാളാണ്. ആ 83 SSLC കഴിയുന്ന സമയത്ത് അവിടെ വളരെ കുറച്ച് പേരാണ് SSLC പാസ്സാവുന്നത്. ഈ പാസ്സാവുന്നവരൊക്കെ വളരെ മിടുക്കന്മാരും പാസ്സാവാത്തവരൊക്കെ വളരെ മോശക്കാരൊന്നും ആയിരുന്നില്ല. പരീക്ഷയുടെ രീതികളിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും പണ്ടുമുണ്ട് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞത്. അന്നത്തെയും കാരണം ഇതാണ്, ദാരിദ്ര്യമാണ്, വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കായികയാണ്, ആളുകളുടെ എണ്ണം, വീട്ടിൽ കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു. ഇന്ന് കുട്ടികളുടെ എണ്ണം കൂടുതലില്ല, യാത്രാ സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പുറമേ നോക്കുമ്പോൾ തോന്നാമെങ്കിൽ പോലും കുട്ടികൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രകൃതത്തെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചൊക്കെയാണല്ലോ സാർ ഇപ്പോൾ സൂചിപ്പിച്ചത്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. ഏതാണ്ട് സമയത്തുകയാണ് സാർ. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ പാഠ്യപരിഷ്കരണം വരികയും കുട്ടികളെ പേഴ്സണലായി കാണാൻ ശ്രമിക്കുകയും കുട്ടിയുടെ പ്രകൃതത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അധിഷ്ഠിതമാക്കി അതിനെ അധികരിച്ച് നമ്മൾ വിദ്യാഭ്യാസ പദ്ധതി പരിഷ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെ ഹിംസാത്മകമായ ഒരു അന്തരീക്ഷം, ഒരു പരിസരം, വിദ്യാലയ പരിസരം മാത്രമല്ല നമ്മുടെ സാമൂഹിക പരിസരവും അങ്ങനെ രൂപപ്പെടുകയാണ്. അത് വിദ്യാഭ്യാസത്തിൽ വലിയ പങ്കുണ്ടോ? തന്നെ വിദ്യാഭ്യാസത്തിനും കൂടി പങ്കുണ്ടാവാമെന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ രൂപപ്പെടുത്തിയത് നമ്മൾ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പാഠപുസ്തകം ഒന്നും അല്ലല്ലോ. നമ്മൾ സമൂഹത്തിലിറങ്ങിയും മറ്റു പലതും കാണുന്നുണ്ട്. അതിനപ്പുറത്താണ് മറ്റു ഒരുപാട് വിധത്തിലുള്ള ലേണിംഗ് ഉണ്ട്. ഇന്ന് ഒരു പക്ഷേ കുട്ടികൾക്ക് സമൂഹത്തിൽ ഇറങ്ങിയുള്ള ലേണിംഗ് പൊതുവെ കുറവാണ്. പകരം അവർ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു, നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് കാണുന്നത് ഏറെയും ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമകളും, ഹിന്ദി സിനിമകളും ഒക്കെ നമ്മുടെ നാട്ടിൽ മുഴുവൻ എല്ലാ തിയേറ്ററിലും ഓടുന്നുണ്ട്, എല്ലാ OTT പ്ലാറ്റ്ഫോമിലും കിട്ടും, എല്ലാ ടെലിവിഷൻ ചാനലുകളിലും കിട്ടും. നോക്കിയാൽ അറിയാം വലിയ തോതിലുള്ള ക്രൈമാണ്. കൊല്ലുക മാത്രമല്ല, കഷണം മുറിച്ച് രക്തം തെറിപ്പിച്ച് അത്തരത്തിലൊരു കാര്യം കുട്ടികൾ കാണുന്നത് സ്വാഭാവികമായും അവരെ ബാധിക്കുന്നുണ്ടാവാം. പിന്നെ മരക്കഷ്ണങ്ങൾ ചിന്തിക്കളയുന്ന പോലെ അതെ. മാത്രമല്ല വീട്ടിനകത്ത് ഇൻറ്ററാക്ഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. എല്ലാവർക്കും ഓരോ മുറിയായി, മുറിക്കകത്ത് കയറിയിട്ട് കുറ്റിയിട്ട് ഇരിക്കലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായി ഇൻറ്ററാക്ഷൻ കുറയുന്നുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ഇൻറ്ററാക്ഷനിലാണല്ലോ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് അറിയുന്നത്. ഈ പരസുഖം പരദുഃഖമൊക്കെ അതെ ഒരു ചിന്ത വേണമല്ലോ. അതാണ് ഇപ്പോൾ ജോസാറിനോടൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. സാഹിത്യം എന്നുള്ളതിൽ നിന്ന് നമ്മുടെ കുട്ടികൾ വല്ലാതാകുന്നു പോകുന്നുണ്ട്. തീർച്ചയായും അത് ലിറ്ററേച്ചറൊക്കെയാണ് നമ്മുടെ ജീവിതം മാത്രമല്ല ജീവിതമെന്നും വേറെയും ഒരുപാട് തരത്തിലുള്ള ജീവിതങ്ങളുണ്ടെന്നും അതൊക്കെ വെച്ചാണ് നമ്മളെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തത്. അതിന് പകരം എൻ്റെ ജീവിതം മാത്രമാണ് എനിക്ക് മുമ്പിലുള്ളത് എന്ന നെരൂദ പറഞ്ഞ കം ആൻഡ് സീ ദ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തെരുവിലെ രക്തം കണ്ട് വളരണ്ടേ.
ഇത് രക്ഷിതാവിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ പോലും കുട്ടിക്ക് സാധിക്കുന്നില്ല. രക്ഷിതാവ് പലപ്പോഴും കുട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ആ ജീവിതത്തെ തിരിച്ചറിയാൻ പോലും കുട്ടിക്ക് കഴിയുന്നില്ല. അത് ഒന്നിനെയും വായിച്ചെടുക്കാൻ, പാഠപുസ്തകത്തിലുള്ളതിനെ വായിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തന്നെ തൻ്റെ പരിസരത്തുള്ള ജീവിതത്തെ വായിച്ചെടുക്കാനും കുട്ടികളുടെ താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സാറേ, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ധാരാളം കാര്യങ്ങൾ, സാറിന് പറയാൻ അനവധിയായ കാര്യങ്ങൾ. വായനക്കാരെ വരുവിൻ, നമ്മൾക്കൊരായിരം കൂട്ടങ്ങളില്ലേ പറയുവാൻ എന്ന് വയലാർ പറഞ്ഞ പോലെ സാറിന് 1000 കൂട്ടങ്ങൾ ഇനി പറയുവാനുണ്ട്, എനിക്ക് ചോദിക്കുവാനുണ്ടെന്ന് അറിയാം. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്, വേറൊരു അവസരത്തിലാവാം. സമയം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് കോഴിക്കോട് നിന്ന് ഇവിടെ വരികയും ഈ വിദ്യാഭ്യാസം സംബന്ധിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്ത അങ്ങയെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. വളരെ നന്ദിയുണ്ട് സാർ. നമസ്കാരം. ഇനിയും ഈ രംഗത്ത് നാം എത്രയോ ചുവടുകൾ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. നാം കാര്യമായി ഇനിയും മാറിയിട്ടില്ല. ലോകമാകെ വിജ്ഞാന രംഗത്തുണ്ടായ വിപ്ലവം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് നാം പൂർണ്ണമായ തോതിൽ ലക്ഷ്യം കാണുന്നുണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും ചർച്ച തുടരാം. നന്ദി, നമസ്കാരം.